ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശാസ്ത്രമേളയിൽ IT മേളയുമായി ബന്ധപ്പെട്ട് IT ക്വിസ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു IT ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് ഉടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. IT മേളയിൽ IT ക്വിസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പല ലോഗോസിൻ്റെയും അതുപോലെ തന്നെ ഫുൾ ഫോമുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സിനെ നമ്മൾ അടുത്ത IT ക്വിസിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് IT ക്വിസിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കോവിഡ് കാലത്ത് നമുക്ക് ക്ലാസുകൾ ഫസ്റ്റ് ബെൽ എന്ന പരിപാടിയിലൂടെ സംരക്ഷണം ചെയ്തിരുന്നു. ഏത് ചാനലിലൂടെയാണ് ഇത് സംരക്ഷണം ചെയ്തത്? നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വിക്ടേഴ്സ് എന്ന ചാനലിലൂടെയാണ് കോവിഡ് കാലത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസുകൾ ഫസ്റ്റ് ബെൽ എന്ന പരിപാടിയിലൂടെ സംരക്ഷണം ചെയ്തിരുന്നത്. ചാനലിൻ്റെ പേര് വിക്ടേഴ്സ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിൻ്റെ പേരെന്താണ്? നമ്മുടെ ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിൻ്റെ പേരെന്ത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ നിങ്ങളിതിൽ മെമ്പേഴ്സുമായിരിക്കാം. ലിറ്റിൽ കൈറ്റ്സ് എന്നാണ് ഈ ഒരു ക്ലബിൻ്റെ പേര്. അതായത് നമ്മുടെ ഹൈസ്കൂൾ തൊട്ടാണ് ഈ ഒരു ലിറ്റിൽ കൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിൻ്റെ പേരാണ് ലിറ്റിൽ കൈറ്റ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: CPU എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? CPU എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? CPU എന്നതിൻ്റെ പൂർണ്ണരൂപം അഥവാ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് CPUവിൻ്റെ ഫുൾ ഫോം. മറക്കരുത്, CPUവിൻ്റെ ഫുൾ ഫോം ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമുക്ക് വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗണിത പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ജാലകമാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? ഗണിത പഠനത്തിന് സഹായിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജിയോജെബ്ര. അതായത് ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ജിയോജെബ്ര എന്ന സോഫ്റ്റ്വെയർ ഗണിത പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ IT സിലബസിലുള്ള പല സോഫ്റ്റ്വെയറിൻ്റെയും സ്ക്രീൻഷോട്ട് ഇതുപോലെ കാണിച്ചുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് കേരളത്തിൽ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ലോഗോ അഥവാ അടയാള ചിത്രമാണ്. ഏതാണ് ഈ സ്ഥാപനം എന്ന് കണ്ടെത്തുക. ഉത്തരം കെൽട്രോൺ. അതായത് കേരളത്തിൽ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കെൽട്രോൺ. ആ കെൽട്രോണിൻ്റെ അടയാള ചിത്രം അഥവാ ലോഗോയാണ് നേരത്തെ ചിത്രത്തിൽ കാണിച്ചത്. ഇതുപോലെ പ്രശസ്തമായ കമ്പനീസിൻ്റെ ലോഗോ കാണിച്ചുകൊണ്ട് അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യവും മറ്റൊരു ലോഗോവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കാണിക്കുന്ന ലോഗോ ഏതിൻ്റെയാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലോഗോ ഏതിൻ്റെ ലോഗോ ആണ്? ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ച ലോഗോ നമ്മുടെ മിക്കവരുടെയും ഫോണിലുള്ള ആൻഡ്രോയിഡിൻ്റെ ലോഗോയാണ്. ഇതുപോലെ തന്നെ ആപ്പിൾ, വിൻഡോസ്, ലിനക്സ് എന്നിവരുടെയൊക്കെ ലോഗോ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശസ്തമായ ലോഗോസും അതിൻ്റെ കമ്പനിയുടെ പേരും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും ടെക്നോ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ കേരള ഗവൺമെൻറ് ആദ്യമായി സ്ഥാപിച്ച ടെക്നോളജി പാർക്ക് അഥവാ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ടെക്നോ പാർക്കുകൾ ഇപ്പോൾ പല ജില്ലകളിലുമുണ്ട്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തിരുവനന്തപുരം. നമുക്ക് വീഡിയോയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. IT സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? നമ്മളിപ്പോൾ പലയിടത്തും അക്ഷയ സെൻ്ററുകൾ കാണുന്നുണ്ട്. ആദ്യത്തെ അക്ഷയ സെൻ്റർ എവിടെയായിരുന്നു? ഉത്തരം മലപ്പുറം ജില്ലയാണ്. അതായത് അക്ഷയ എന്നത് ഒരു IT സാക്ഷരതാ പദ്ധതിയാണ്. അത് ആദ്യമായി ഓർത്തു വയ്ക്കുക. ഈ ഒരു IT സാക്ഷരതാ പദ്ധതിയായ അക്ഷയ ആദ്യമായി വന്നത് മലപ്പുറം ജില്ലയിലാണ്. അത് രണ്ടാമതായി ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ കാര്യം 2002 മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ അക്ഷയ സെൻറ്റർ വന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒരു IT സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ, ആദ്യമായി വന്നത് മലപ്പുറം ജില്ലയിൽ, വന്ന വർഷം 2002. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരു QR കോഡ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു QR കോഡിൻ്റെ ഫുൾ ഫോം എന്താണ്? അതായത് QR കോഡിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നമ്മളിപ്പോൾ പലയിടങ്ങളിലും ഈ ഒരു QR കോഡ് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു QR കോഡിൻ്റെ ഫുൾ ഫോം എന്നാൽ പലർക്കും അറിയില്ല. QR കോഡിൻ്റെ ഫുൾ ഫോമാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ്. അതായത് QR കോഡിൻ്റെ ഫുൾ ഫോമാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ലോഗോ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ലോഗോ ആയിരിക്കും. അതായത് വിക്കിപീഡിയയുടെ ലോഗോയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം ഏതാണ്? വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 2001. അതായത് വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം 2001 ഡേറ്റ് കൂടി ഓർത്തു വയ്ക്കുക. ജനുവരി 15 2001 എന്നാണ് ഇതിൻ്റെ കറക്റ്റായ ഉത്തരം. അപ്പോൾ വിക്കിപീഡിയ എന്നത് ഒരു ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. സ്ഥാപിതമായ വർഷം 2001 ജനുവരി 15. വീഡിയോയിലെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട്. അതായത് നിങ്ങൾക്കെല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആധാർ കാർഡിൽ എത്ര അക്കങ്ങളാണുള്ളത്? അതായത് എത്ര അക്കങ്ങളാണ് ആധാർ UIDയിലുള്ളത്? നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ആധാർ കാർഡ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ആധാർ കാർഡിൽ എത്ര അക്കങ്ങളാണുള്ളത്? അതായത് നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾക്കൊരു ആധാർ നമ്പർ നൽകിയിട്ടുണ്ടാവും. എത്ര അക്കങ്ങളാണ് ആ ഒരു ആധാർ നമ്പറിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 12 അക്കങ്ങളാണ്. അതായത് ഒരു ആധാർ കാർഡിൽ അവരുടെ ആധാർ നമ്പറിൽ ഉണ്ടാവുന്ന അക്കങ്ങളുടെ എണ്ണമാണ് 12. അടുത്ത ചോദ്യവും ഒരു ലോഗോവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ എല്ലാം ഫോണുകളിലുള്ള മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോയാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് ആപ്ലിക്കേഷൻ്റെ ലോഗോയാണ്? ഉത്തരം ടെലിഗ്രാം. അതായത് ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ്റെ ലോഗോയാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഫോണുകളിലുള്ള പല ആപ്പുകളുടെയും ലോഗോ, അതായത് പ്രശസ്തമായ യൂസ്ഫുൾ ആയിട്ടുള്ള പല ആപ്പിൻ്റെയും ലോഗോ ഇതുപോലെ കാണിച്ചിട്ട് അതേതാണ് ആപ്പിൻ്റെ പേര് എഴുതാൻ പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് 1 ടെറാബൈറ്റ് അഥവാ 1 TB എന്ന് പറയുന്നത് 1000 GB ആണ്. ഉത്തരം 1000 GB.
ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ച ശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് കുറച്ച് യൂണിറ്റിൻ്റെ ഫുൾ ഫോമുകൾ പഠിക്കാം. MB എന്ന് പറയുന്നത് മെഗാബൈറ്റ് ആണ്. അതായത് MB എന്നതിൻ്റെ ഫുൾ ഫോം മെഗാബൈറ്റ് ആണ്. GB എന്നതിൻ്റെ ഫുൾ ഫോം ജിഗാബൈറ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് KB. ഈ ഒരു KBയുടെ ഫുൾ ഫോമാണ് കിലോബൈറ്റ്. MBയുടെ ഫുൾ ഫോം മെഗാബൈറ്റ്. GBയുടെ ഫുൾ ഫോമാണ് ജിഗാബൈറ്റ്. അതുപോലെ തന്നെ TBയുടെ ഫുൾ ഫോമാണ് ടെറാബൈറ്റ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ബൈറ്റ് എന്ന യൂണിറ്റിലാണ്. അതായത് ബൈറ്റ്സിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ പറ്റി പറയാറുള്ളത്. അതിൻ്റെ കുറച്ച് ബൈറ്റ്സിൻ്റെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. MB എന്നത് മെഗാബൈറ്റ്, KB എന്നത് കിലോബൈറ്റ്, GB എന്നത് ജിഗാബൈറ്റും TB എന്നത് ടെറാബൈറ്റുമാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സ്കെയിലിനെ പറ്റി പഠിക്കാം. 1 MB എന്ന് പറയുന്നത് 1000 കിലോബൈറ്റ് ആണ്. 1 MB എന്ന് പറയുന്നത് 1000 കിലോബൈറ്റ് ആണ്. അതേപോലെ 1 GB എന്ന് പറയുന്നത് 1000 MB ആണ്. 1 GB 1000 MB ആണ്. അതുപോലെ തന്നെ 1 ടെറാബൈറ്റ് അഥവാ 1 TB എന്ന് പറയുന്നത് 1000 GB അഥവാ 1000 ഗിഗാബൈറ്റ് ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു സ്കെയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും IT ക്വിസിൽ. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗൂഗിളിൻ്റെ CEO ആയ സുന്ദർ പിച്ചയുടെ ചിത്രമാണ് നേരത്തെ കാണിച്ചത്. ഉത്തരം സുന്ദർ പിച്ചെ ഗൂഗിളിൻ്റെ CEO ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ പല വെബ്സൈറ്റുകളിലും കാണുന്ന ക്യാപ്ച എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഈ ഒരു ക്യാപ്ച എന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങളിലെല്ലാവരും ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ക്യാപ്ച എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഈ ഒരു ക്യാപ്ച എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറയുക. ഈ ക്യാപ്ച എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ്, കുറച്ച് വലിയ ഫുൾ ഫോമാണ്, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഇതാണ് ക്യാപ്ചയുടെ ഫുൾ ഫോം. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ബൈറ്റുകളെ പറ്റി പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്നത്തെ ബോണസ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇന്നത്തെ ബോണസ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: 1 GB അഥവാ 1 ഗിഗാബൈറ്റ് എന്നാൽ എത്ര MB ആണ്? അതായത് 1 ഗിഗാബൈറ്റ് എന്നത് എത്ര മെഗാബൈറ്റ് ആണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉത്തരവും പേരും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പറയുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത IT ക്വിസിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ക്വിസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ക്വിസാണ് IT ക്വിസ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പാർട്ടുകളും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.